ഞാൻ ഹജ്ജിന് പോയി, ഉമറക്കും പോയി, ഹജ്ജിയും ചെയ്തു. ഞാൻ ഇബ്രാഹിം നബിയെ കണ്ടു. നിങ്ങൾ പോയിട്ട് കണ്ടോ? ഇബ്രാഹിം വിളിച്ചു. ഇബ്രാഹിം നബി വിളിച്ചിട്ട് വിളിയാളം കേട്ടവരാണ് പോകുന്നത് അല്ലേ? അങ്ങനല്ലേ വിശ്വാസം? എന്നിട്ട് നിങ്ങൾ പോയി വിളിച്ച ആളെ കാണാൻ. ഞാൻ പിന്നെ നിങ്ങൾ ഹജ്ജിയോ ഉംറയോ ശരിയായില്ലല്ലോ. കുറെ അല്ല, എല്ലാവരും കോടിയിൽ ഒന്നോ. നിങ്ങളെ പൈസയും സമയവും പോയി. കണ്ടില്ലേ? അത് മതി. കാല് കണ്ട അജിറോസിനൊക്കെ ഒന്നും മനസ്സിലാവില്ല. കാല് കണ്ടാൽ മനസ്സിലാവില്ല ഇബ്രാഹിം നബിന്റെ കാലാണ്. അപ്പൊ നിങ്ങളെ ചിന്ത അങ്ങോട്ട് പോവില്ലേ ഇബ്രാഹിം നബിയിലേക്ക്? പോ. ഞാൻ അത് കണ്ട് അതായത് അഭിപ്രായത്തിന്റെ കാലാണെന്നെങ്കിലും അടയാളാണെങ്കിലും അവർക്ക് മനസ്സിലായില്ല. അത് അഭിപ്രായം നബിയുടെ കാൽപ്പാടാണെങ്കിൽ അതറിയും. മോനെ, ഇബ്രാഹിമിന്റെ കാലം ഒന്ന് കണ്ടാൽ, അള്ളാഹുവിൽ മാത്രം മുഴുകിയിരിക്കുന്ന നിങ്ങൾ ഇബ്രാഹിമിന്റെ കാൽപ്പാദം കണ്ട, ഇബ്രാഹിമിന്റെ കാൽപ്പാദത്തിലൂടെ നിങ്ങൾ ചിന്തിക്കും. കാൽപാദത്തിലൂടെ ചിന്തിക്കേണ്ടത്. റസൂലുള്ളാഹി ഉംറയ്ക്ക് ചെന്നപ്പോൾ, ഉംറയ്ക്ക് ചെന്നപ്പോൾ റസൂലുള്ളാഹി കഅബ തവാഫ് ചെയ്തു. ഇബ്രാഹിമിൻ്റെ കാൽക്കൽ, ഇബ്രാഹിം മക്കാമിലാണ് സുജൂദ് ചെയ്ത് നമസ്കരിച്ചത്. പണ്ഡിതന്മാരോട് ചോദിച്ചറിയാം. അപ്പോൾ ഇബ്രാഹിമിനാണ് സുജൂദ് ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിമിൻ്റെ കാൽക്കലാണ് സുജൂദ് ചെയ്തത്. അതാണ് നമ്മൾ തുടർന്ന് പോരുന്നത്. അതാണ് കഅബ ശരീഫ്. ഞാൻ അവിടെ ചെന്നു. ഇബ്രാഹിമിൻ്റെ കാല്, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കാല് കെട്ടിപ്പിടിച്ച് മുത്തി മണത്ത് വിരൻ പാപ്പൻ്റെ അങ്ങനെ കളിക്കുമായിരുന്നു ഇടയ്ക്കർ. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തെ കാണാൻ കഴിയാത്ത വിഷമത്തോട് ഞാൻ കണ്ടുകൊണ്ടിരിക്കലാണ് എൻ്റെ ഇറാ ഗുഹയിൽ എൻ്റെ ധ്യാനം. എൻ്റെ ഗുരുവെ അല്ലാഹുവിനെ കണ്ടുകൊണ്ടിരിക്കലാണ് ധ്യാനം. വേറൊന്നിനെ കാണലല്ല, നോക്കലല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം അങ്ങോട്ട്. മുഹമ്മദ് എന്ത് കണ്ടുകൊണ്ടിരുന്നു എന്നിട്ട് അങ്ങനെ ഇബ്രാഹിം നബിയുടെ കാൽക്കൽ സുജൂദ് ചെയ്തു റസൂലുള്ളാഹി. ഞാൻ പോയി ആ കാൽക്കൽ കണ്ടു. ഞാൻ കാല് കണ്ടപ്പോൾ എൻ്റെ ഗുരുവിൻ്റെ വീരൻ പാപ്പൻ്റെ കാലാണ്. ഞാൻ കെട്ടിപ്പിടിച്ച് ഗ്ലാസ് കൊണ്ട് ആവരണം ചെയ്തിട്ട് മുറ്റി മണത്ത് അങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഇവരങ്ങനെ തവാഫ് ചെയ്യുന്ന എന്നെ തട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ശ്രദ്ധിക്കുന്നില്ല. എന്നെ തട്ടിത്തെറിപ്പിച്ച് അങ്ങനെ ഞാനിത് മുറുക്കി പിടിച്ചിരിക്കുകയാണ് മുറ്റി മണത്തുകൊണ്ട് കാൽക്കൽ. അങ്ങനെ എണീറ്റ് ഞാനന്ന് ഭക്ഷണം കഴിക്കാതെ ഏകാന്തവാസത്തിൻ്റെ കാലമാണ്, തപസ്സിൻ്റെ കാലത്താണ് പോയത്. അങ്ങനെ ഞാൻ എണീറ്റ് തവാഫ് ചെയ്ത് എത്രയെന്നൊന്നും ഓർമ്മയില്ല, കുറേ തവാഫ് ചെയ്തു. അങ്ങനെ 5 വർഷത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഞാൻ മുറ്റി മണക്കാൻ ശ്രമിക്കും. ഭയങ്കര മത്സരമാണ്, കഴിയുന്നില്ല. പിന്നെയും തവാഫ് ചെയ്ത് ഓരോ പ്രാവശ്യം ചെയ്ത് അവിടെ എത്തുമ്പോൾ ശ്രമിക്കും. അങ്ങനെ ചെയ്ത് ഒരു വർഷം ഇങ്ങനെ കിട്ടി. ഭാഗ്യത്തിന് 5 വർഷം ഇത് കഅബ ശരീഫാണ്. ഇവിടെയാണ് വാതിൽ, ഇവിടെയാണ് 5 വർഷം വാതിൻ്റെ ഈ ഭാഗത്ത് മൂലം. അവിടുത്തെ മുത്തി അജിറോസ് കിട്ടിയ മുത്തി ഞാൻ നല്ലോണം നോക്കി. എനിക്ക് ചില പൊട്ട് അത് ഇതെല്ലാം കണ്ട് നല്ലോണം നോക്കി മുത്തി മണക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇബ്രാഹിം നബിയുടെ മുഖമാണ്. ഞാൻ ഉമ്മ വെക്കുന്ന വീടാണ്, മുഖത്താണ് ഉമ്മ വെക്കുന്നത്. എനിക്ക് ഇബ്രാഹിമിനെ കിട്ടിയ സന്തോഷത്തിലാണ്. പിന്നെ മുത്തൻ എന്നെ പിടിച്ച് തൂക്കിയ അതെ. അങ്ങനെ ഞാൻ കാണുന്നത് ഇബ്രാഹിം നബിയുടെ കാൽപാദം, ഇബ്രാഹിം നബിയുടെ ശരീരം, മുഖം പൂർണ്ണമായി ഇബ്രാഹിമിനെ ക്ഷണിച്ചാളെ കണ്ടു. കണ്ടിട്ടുണ്ട്. അവർക്കാണ് ഹജ്ജ് കിട്ടുന്നത്.
അപ്പോൾ ഞാൻ ഹാജിയാണ്. അതാണ് ഹജ്ജ്. ഇനി പോണ്ട, ഇനി മറ്റേ ഇപ്പൊ ഇമാമൊക്കെ ബിലി പറഞ്ഞിട്ട് പിന്നെ ഹജ്ജ് കൊണ്ട് ചെയ്തത് അതൊന്ന് പറഞ്ഞോട്ടാളി. ഹജ്ജ് ആ മറ്റേ ബിലെ അല്ലാജ് മൻസൂർ നിങ്ങൾക്കറിയാലോ. നീ പറഞ്ഞു കൊടുക്കാം. അതായത് പിന്നെ ജുനൈദുൽ ബാഗ്ദാദി ഒരു ഷെയ്ഖുണ്ട്. ഈ ഷെയ്ഖിന്റെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ജുനൈദുൽ ബാഗ്ദാദി ഉള്ള കാലം ജുനൈദുൽ ബാഗ്ദാദി ശിഷ്യന്മാരോട് മുഴുവനായിട്ട് നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഹജ്ജിന് റെഡി ആക്കണം. അപ്പൊ അതിനുള്ള പിന്നെ വസ്ത്രങ്ങളും ഇളവൊക്കെ കെട്ടണം ഇതിലേക്കുള്ള. അപ്പൊ അല്ലാജ മൻസൂർ എന്ന ശിഷ്യൻ പെട്ടെന്ന് ആ അല്ലാജ മൻസൂറും ഈ ശിഷ്യന്മാരെ കൂട്ടത്തിലാണ് ജുനൈദുൽ ബാഗ്ദാദി ശിഷ്യന്മാരാണ്. അപ്പൊ ഈ ഇളവൊക്കെ കെട്ടി എല്ലാരും ഹജ്ജിന് പോകാൻ റെഡിയായപ്പോ അല്ലാതെ എന്ത് വിചാരിച്ചാല് ജുനൈദുൽ ബാഗ്ദാദിനെ പുറത്തൊക്കെ നോക്കിയിട്ട് ഒരു തവാഫ് നമ്മളെ കബല് ചുറ്റും. എന്നിട്ട് ആ തവാഫ് കിട്ടി കഴിഞ്ഞതിന് ശേഷം മുഖത്ത് ചുംബിച്ചു. അത് കഴിഞ്ഞിട്ട് സുജൂദ് ചെയ്തിട്ടാണ്. അതും കഴിഞ്ഞിട്ട് പറഞ്ഞ് കൂടുതൽ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ടാവും, നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഹജ്ജ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പൊ കേട്ട ജുനൈദുൽ ബാഗ്ദാദി എന്ന് പറയുന്നത് നമുക്ക് എന്താ ഈ പറയുന്നത് ചീത്ത പറയുന്നത് ഗുരു എന്താണ് അവരൊക്കെ വെടുക്കാക്കാണെന്ന് ചോദിക്കണം. അതൊക്കെ നമ്മളെ നിരീക്ഷണമാണ് കേട്ടോ, ഒന്നും കിതാബിലുള്ള നമ്മളെ നിരീക്ഷണമാണ്. അപ്പൊ മൂപ്പര് ഇതൊക്കെ കേട്ട് ഉണ്ടായിരിക്കല്ലാതെ ഒരക്ഷരം മറുപടി ഇല്ല. മറ്റൊരു നിറവും കെട്ടി പോയിക്കണത് പോയിക്ക് അത് അറിയില്ലാന്ന് മനസ്സിലായി. ഒറ്റ അല്ലാണ്ടൊക്കെ മാത്രമേ ഷെയ്ഖ് എന്താണ് ഏതല്ലാനാണ് അല്ലാജൊക്കെ മനസ്സിലായി. ജുനൈദുൽ ബാഗ്ദാദിക്ക് മനസ്സിലായി. മറ്റവരൊക്കെ പൊട്ടന്മാരായിട്ട് പോയി. അതെ, അതാണ് ഈസാന്റെ നമസ്കാരം. അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കുന്നു. ഇത് ഹക്കീക്കത്ത്. ഹക്ക് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ശരിയത്താണ്. നിങ്ങളെ പണ്ഡിതന്മാരും ഷെയ്ഖന്മാരും വലികളൊക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ അള്ളാഹുവെ തന്നെ കാണും. അവിടെ അള്ളാഹുവിനെ അറിയുള്ളൂ. അള്ളാഹുവിനെ അല്ലെങ്കിൽ മനുഷ്യരെ കണ്ടാലാവില്ല. അപ്പോൾ കഅബ ഷരീഫിൽ ആരാ ഉള്ളത്? ഇബ്രാഹിം മക്കാം. ഇബ്രാഹിം അല്ല, കഅബ ഷരീഫ് എന്തിന് ഇബ്രാഹിം കാൽപാദം വെക്കണം? ഇബ്രാഹിം മക്കാം അവിടെ എന്തിനാണ്? ഓരോ മക്കാമിലും ആ ഓരോ മനുഷ്യനെ അല്ല ആദ്യം മനുഷ്യനായിരുന്നവരല്ലേ നമ്മൾ കവറടിക്കുള്ളത്. അവരെ കാണാനല്ലേ മക്കാമ് പോകുന്നത്. ഈ മക്കാമ് ആയില്ല, ഇബ്രാഹിം മക്കാമ്. വേറെ മക്കാമുകൾ അതിൻ്റെ ഉള്ളിൽ സ്ഥിതിയാണ്. കഅബ ഷരീഫിൻ്റെ ഉള്ളിലാണ് ഇല്ല. അപ്പുറം ഇസ്മായിൽ ഇതുണ്ട്, അവിടെ ഒന്ന് വളഞ്ഞേറ്റ് ഇസ്മായിലും മക്കാം. ഇബ്രാഹിമിന് ഇസ്മായിലിനെയാണ് അവിടെ ഓർക്കാനുള്ളത്. അതിൻ്റെ ഉള്ളിൽ വേറെ മക്കാമൊന്നുമില്ല കേട്ടോ. മദീന പള്ളിയിലുണ്ട്. മറയില് അവിടെയല്ല. മറയില് അപ്പൊ യുദ്ധം നടക്കുന്ന സ്ഥലം ഇസ്രായേലിൻ്റെ അടുത്ത് പലസ്തീനിലാണ്. ഇബ്രാഹിമിൻ്റെ മക്കാം പലസ്തീനിലാണ്. പക്ഷെ ഇത് ഇബ്രാഹിമിനെ സ്മരിക്കുകയും ഇബ്രാഹിമാണ്. അതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം. ആ ഇബ്രാഹിമിനെ ബാക്കി പറയാം. ആ ഇബ്രാഹിമിനെ അള്ളാഹുവായിരിക്കുന്ന ഇബ്രാഹിം ഇതിൻ്റെ രീതി എങ്ങനെയെന്നറിയാം. അദ്ദേഹം ഒരു സ്ഥലത്ത് താവളടിച്ച് താമസിച്ചവനല്ല സുൽത്താനെ പോലെ. അദ്ദേഹം അവിടുത്തെ കാലാവസ്ഥയും തണുപ്പും മണൽക്കാറ്റും എല്ലാം കാരണമായി ചുറ്റി അണക്കലായിരുന്നു. എല്ലാ പ്രദേശവും കരിമ്പട്ടും പൊതിച്ചിട്ട് ഒരു പുതപ്പും പൊതിച്ചിട്ട് ചുറ്റി നടക്കലായിരുന്നു ഇബ്രാഹിമിന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ശിഷ്യഗണങ്ങളുണ്ടായിരുന്നു, അനുയായികളുണ്ടായിരുന്നു. അവരും അതുപോലെ അദ്ദേഹത്തെ പോലെ ചുറ്റി അങ്ങനെ നടക്കണം. അവരൊക്കെ കഅബ ഷരീഫിൽ വരാറുണ്ട്. അത് ഇബ്രാഹിമിൻ്റെ പിൻഗാമികൾ.
ഇബ്രാഹിമിൻ്റെ കാലക്കാർ. അവിടെ വെച്ച് റസൂലുള്ള അവരോട് സന്ധിക്കാറുണ്ട്. അവരോട് ഇപ്പം നിങ്ങൾ മക്കാമിലൊക്കെ പോകുമ്പോൾ കുറേ ആത്മീയമായിട്ടുള്ള ആളുകൾ പല വേഷം കിട്ടിയവർ വരുന്ന പോലെ റസൂലുള്ള അവരായിട്ട് സന്ധിക്കാറുണ്ട്. അങ്ങനെ ഇബ്രാഹിമിൻ്റെ യാഥാർത്ഥ്യങ്ങൾ റസൂലുള്ളാഹിക്ക് ലിങ്ക് ചെയ്ത് ബീജം കുത്തിവെച്ച് റസൂലുള്ളാഹിക്ക് കിട്ടിയ വഴി വന്ന സ്ഥലം. അങ്ങനെയാണ് റസൂലുള്ളാഹിലൂടെ അത് ചിന്തിച്ച് മുളച്ച് ഇതാകും. അതാണ് മില്ലത്ത് ഇബ്രാഹിം. ഇബ്രാഹിമിൻ്റെ കാൽപാദമാണ്, തുടർച്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല നിന്ന സ്ഥലം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. നിന്ന് ഇബ്രാഹിം നബിനെ ഓർമ്മിക്കുന്ന സ്മരിക്കുന്ന ഒരു സാധനം മക്ക. അവരുടെ ആ കാഴ്ചപ്പാടിനെയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? അതായത് റസൂലിന്റെ പുതിയതൊന്നും കൊണ്ടുവന്നില്ല എന്ന് റസൂൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഇബ്രാഹിമിന്റെ പിന്തുടർച്ച മാത്രമാണ് പിന്തുടരുന്നത്. അതുകൊണ്ടാണ് അത്തയ്യാത്തിൽ നേരത്തെ നിങ്ങൾ ചോദിച്ചേ, അത്തയ്യാത്ത് വലു ബാറക്കാത്ത് നേരത്തെ മൂപ്പര് ചോദിച്ചു. അത്തയ്യാത്ത് വലു ബാറക്കാത്തു തലവാത്തു തൊയ്യവാത്തു ലില്ലാഹി അസ്സലാമു അലൈക. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ചെയ്ത പോലെയുള്ള അനുഗ്രഹം റസൂലുള്ളാഹിക്കും കുടുംബത്തിനും നൽകണേ എന്ന് അത്തയ്യാത്തിൽ നിങ്ങൾ പറയുന്നു. റസൂലുള്ളാഹി ഇബ്രാഹിമിനെ തുടർന്നതാണ്. റസൂലുള്ളാഹി പുതിയതായിട്ട് കൊണ്ടുവന്നത്. റസൂലുള്ളാഹി കണ്ടുപിടിച്ചതോ ചിന്തിച്ചുണ്ടാക്കിയോ കൊണ്ടുവന്നോ അല്ല. ഇബ്രാഹിം നബി ഇവിടെ കൊണ്ടുവന്ന യാഥാർത്ഥ്യത്തെ റസൂലുള്ളാഹി തുടർന്ന് ഇവിടെ പ്രകാശിപ്പിക്കുന്നത് അല്ല. ഇബ്രാഹിം നബിയുടെ അല്ല മക്കാമ് കാണുന്നില്ല. ഒരു മക്കാമ് പ്രശ്നമല്ല. ഇപ്പോൾ മീരാനിപ്പാപ്പൻ നമ്മുടെ പേര്, ആ മക്കാമിൽ നമ്മൾ പോകാറില്ല. നമ്മൾ ആണ്ട് നേർച്ചകളുണ്ടാകുമ്പോൾ അവിടെ അന്ന് കൂടിയിരുന്ന ആളുകളുണ്ടാവില്ല, അവരേറ്റൊന്ന് കാണാം, പങ്കുവെക്കാം, കാണാം എന്നുള്ളതിലാണ് മക്കാമ് പോകുന്നത്. ഞാൻ തന്നെയാണ് മറ്റേ ആ ബീരാൻ പാപ്പ ഇബ്രാഹിം. വേറൊരാളാണെങ്കിൽ നമ്മൾക്ക് വേണ്ട. എന്തിനാണ് ഒരാളായിട്ട് ചെന്ന് ചേർന്ന് അതായി തീരാനാണ്. റസൂലുള്ളാഹി ചെന്ന് ചേർന്ന് റസൂലുള്ളാഹിയെ പോലെ ആ ഗുണം കൊണ്ട് ആ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ആയിത്തീരലാണ്, അള്ളാഹു ആയിത്തീരലാണ് വേണം. അപ്പോൾ ഗുരുവിനെ നിങ്ങൾ ചെന്ന് കാണുന്നത് അതുപോലെ അവരെ യഥാർത്ഥമാണെങ്കിൽ ഏതെങ്കിലും പോയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ കുറേ ഗുരുക്കന്മാരെ കണ്ടില്ലേ, അവരൊന്നും അള്ളാഹു അല്ലാലോ. ഇന്ന് അറിയപ്പെടുന്ന ഓരോ പേരിൽ അറിയപ്പെടുന്ന വലികളോ ചേക്കന്മാരോ അല്ലേ മോനെ, അവരെ കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ അള്ളാഹുവിനെ ചെന്ന് കാണാം.